അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രൊഫസർ ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ് ഇ.കെ. സമസ്തയുടെ പ്രധാന സെക്രട്ടറി നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനം ഖബറിൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ് വലിയ പണ്ഡിതനാണ്. ആർക്കും തന്നെ തർക്കമില്ലാത്ത പണ്ഡിതനാണ്. ഇ.കെ. സമസ്തയുടെ ആധികാരിക ശബ്ദം കൂടിയാണ്. അദ്ദേഹം വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയും മാത്രമല്ല പല ഭാഷകളിലും സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ഇംഗ്ലീഷ് സ്പീച്ച് വരെ അദ്ദേഹത്തിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് വലിയ നഷ്ടം കൂടിയാണ്. മൗത്തുൽ ആലിം മൗത്തുൽ ആലം, പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമ്. ഇങ്ങനെയുള്ള പാണ്ഡിത്യത്തിന്റെ നേതാക്കന്മാർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നുള്ളത് സമുദായത്തിനിക്ക് വലിയ നഷ്ടം കൂടിയാണ്. ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് നല്ല ഒരു സൗമ്യ സ്വഭാവമുള്ള ആളാണ്. എല്ലാവരോടും സ്നേഹത്തോടും വിശാല മനസ്സോടുകൂടിയും പെരുമാറുന്ന ആളാണ്. എല്ലാവരെയും യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതിയുള്ള ആളാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നുള്ളത് സമുദായത്തിന്റെ, പ്രത്യേകിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് വലിയ നഷ്ടം കൂടിയാണ്. ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ആളാണ്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം, ഒരു സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, ആ ഇ.കെ. ഉസ്താദിന്റെ കാലഘട്ടത്തിൽ സുന്നികൾ രണ്ടായി പിളർക്കുകയും ആ സമയത്ത് പിന്നീട് അത് ഐക്യത്തിലാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പരിശ്രമിച്ചിരുന്നു എന്ന് ഇ.കെ. സമസ്തയുടെ ആധികാരിക ശബ്ദമായ അലിക്കുട്ടി ഉസ്താദ്, സമസ്തയുടെ സെക്രട്ടറി, അത് തുറന്നു പറഞ്ഞ ഒരു വിഷയം കൂടിയാണ്. അപ്പൊ ഐക്യത്തിന് വേണ്ടി ഇ.കെ. ഉസ്താദ് ആഗ്രഹിച്ചിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, അലിക്കുട്ടി ഉസ്താദ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇ.കെ. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് മർക്കസിൽ പോയി ഐക്യത്തിന് വേണ്ടി പരിശ്രമിച്ചു, ആലോചിച്ചു, ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സമുദായം, രണ്ട് സുന്നികൾ ഐക്യപ്പെടണമെന്നും ഉലമ ഐക്യത്തിലാകണമെന്നും ഉമ്മത്ത് മസ്ലഹത്തിലാകണമെന്നും ആഗ്രഹിച്ച ഒരു പണ്ഡിതൻ കൂടിയാണ്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അദ്ദേഹം ഒരു പത്ര റിപ്പോർട്ടറുമായിട്ട് സംസാരിക്കുന്നത്, ഈ വിഷയം ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. മാത്രമല്ല എന്റെ ഉസ്താദാണ്, എന്റെ ഷെയ്ഖുനയാണ് ബഹുമാനപ്പെട്ട താജുശ്ശേരിയ അലിക്കുഞ്ഞ് ഉസ്താദ്. കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനും നല്ല സ്വഭാവക്കാരനുമായ ബഹുമാനപ്പെട്ട താജുശ്ശേരിയ അലിക്കുഞ്ഞ് ഉസ്താദ് ആരോടും വെറുപ്പുമില്ലാതെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുഞ്ചിരിയോടുകൂടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഷെയ്ഖുന താജുശ്ശേരിയ ഉസ്താദ്. ആ താജുശ്ശേരിയ ഉസ്താദുമായി വളരെയേറെ ബന്ധമുള്ള ഒരു പണ്ഡിതനാണ് അലിക്കുട്ടി ഉസ്താദ്. സ്നേഹത്തോടുകൂടെയും രോഗശൈലിയിൽ
രോഗത്തിന്റെ ആ പ്രയാസഘട്ടത്തിൽ പോലും അതിന്റെ മുമ്പും അതിന്റെ ശേഷവും വളരെയേറെ സൗഹൃദം പങ്കിട്ട ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദ് താജുശ്ശേരി ഉസ്താദുമായിട്ട് വലിയ ബന്ധമായിരുന്നു. അങ്ങനെ നമ്മുടെ ഉസ്താദുമാരുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളെ നാം സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ 2 വീഡിയോകളും അദ്ദേഹം ശംസുൽ ഉലമ ഐക്യത്തിന് വേണ്ടി നിർദ്ദേശം കൊടുത്തു. അലിക്കുട്ടി ഉസ്താദ് ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്ത ആ വിഷയം നിങ്ങൾ കേൾക്കാതെ പോകരുത്. പിന്നെ അതുപോലെ തന്നെ ശൈഖുന താജുശ്ശേരിയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം ശൈഖുന താജുശ്ശേരിയെ സംബന്ധിച്ച് വിഷയങ്ങൾ അഭിനന്ദിക്കുന്നതും സന്തോഷം പറയുന്നതും അതും നിങ്ങൾ കേൾക്കാതെ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഏതായാലും അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സുന്നി ഐക്യത്തിന് സാധ്യതകൾ തെളിയിച്ച് മറുവിഭാഗം സംസ്ഥയുടെ പുതിയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ശംസുൽ ഉലമയുടെ ജീവിതകാലത്ത് തന്നെ ഐക്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടെയും നിർദ്ദേശത്തോടെയും താനും കുറച്ചാളുകളും മർക്കസിൽ വന്നതായും ചർച്ചകൾ നടത്തിയതായും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇപ്പോഴും അതേ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിർഭാഗ്യവശാലാണ് ഐക്യം നടക്കാതെ പോയതെന്ന് പറഞ്ഞ അദ്ദേഹം കാരണം വ്യക്തമാക്കാൻ തയ്യാറായില്ല. ആലിക്കുട്ടി മുസ്ലിയാരുടെ വാക്കുകളിലേക്ക്. ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സമസ്തയുമായി വേറുപെട്ട സന്ദർഭം തന്നെ. ആ സന്ദർഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ഹൈദറൂസ് മുസ്ലിയാർ സുന്നി യുവന സംഘത്തിൽ എൻ്റെ മുമ്പ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം, സമസ്തയിലെ ഒരു വലിയ നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ അടക്കമുള്ള കുറച്ചാളുകൾ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനത്തിലേക്ക് മർക്കസിലേക്ക് ഞങ്ങൾ അവിടെ തന്നെ പോയിട്ടുണ്ട്. അവിടെ പോയി ചർച്ച ചെയ്തിട്ടുണ്ട്. അകന്നു പോയാൽ അതങ്ങനെ കൂടുതൽ അകൽച്ച വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സംഘടനയെ അടുപ്പിച്ച് നിർത്തണം എന്ന നിലക്കായിരുന്നു ഞങ്ങളുടെ സംസാരം. ഏകദേശം അനുകൂലമായ രൂപത്തിലെത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ ദൈവവിധി, അള്ളാഹുവിന്റെ ഖള അനുസരിച്ച് അത് നടന്നില്ല. ഏതെങ്കിലും ഒരു തരം അനുരഞ്ജനം സാധ്യമാകാതെ പോകുന്നത് ഒരു വിഭാഗത്തിന്റെ കടുംപിടുത്തമോ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലായ്മ ആയിരിക്കണമല്ലോ. അങ്ങനെ ആയിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു പൊതു സ്റ്റേജിൽ അത് പറയുന്നത് സുഖല്ല എന്നുള്ള നിലയിൽ ഒരു വിഭാഗത്തിന്റെ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഐക്യശ്രമത്തെ ചില ആളുകൾ എതിർത്തിരുന്നുവെങ്കിലും ശംസുൽ ഉലമയടക്കം മസ്ലഹത്താണ് ഗുണകരമെന്ന് പറഞ്ഞു. ഐക്യമാവാം എന്ന ചിന്താഗതി അസ്തമിച്ചിട്ടില്ല, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു. അതിനെ ചില ആളുകളൊക്കെ എതിർത്തിരുന്നെങ്കിലും ശംസുൽ ഉലമ അടക്കമുള്ള ആളുകൾ വസ്സുൽഹു ഖൈർ, മസ്ലഹത്തായി പോവുക, നന്നായി പോവുക എന്നുള്ളത് തന്നെയാണ് ഗുണകരം എന്ന നിലപാടാണ്. സമസ്തയില് ആ ചിന്താഗതി അസ്തമിച്ചിട്ടില്ല. അതങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ആലിക്കുട്ടി മുസ്ലിയാരുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും വൻ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിൽ. പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന വലിയ ഒരു ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ശൈഖുന മർഹൂം കോട്ടുമല ഉസ്താദിൻ്റെ അടുക്കൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ശംസുൽ ഉലമയുമായി വളരെ ബന്ധം സമസ്തയിലും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു മഹാൻ. അദ്ദേഹം ഇപ്പോൾ ക്ഷീണിതനാണ്. അദ്ദേഹത്തിന് വേണ്ടി ദ്വാരക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പലപ്പോഴായി പല സ്ഥലങ്ങളിൽ വെച്ചും പല പരിപാടികളിൽ വെച്ചും ദുആ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കർ നിസാമി എൻ്റെ അടുക്കൽ വരികയും അദ്ദേഹത്തിൻ്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പ്രിയ അലിക്കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹം ഇപ്പോൾ സുഖപ്പെട്ടു വരുന്നു. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, എല്ലാ നിലയിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞാൻ കാസർഗോഡ് വന്ന ആ സന്ദർഭം മുതൽ 10 വർഷം മുതൽ വളരെ അടുത്ത ബന്ധമാണ്. എന്നെ കാണാൻ
പലപ്പോഴും അവിടെ വരാറുണ്ട്, അദ്ദേഹത്തെ കാണാൻ ഞാൻ പോകാറുണ്ട്. രണ്ടാളും ഒരുമിച്ച് കൂടി പല പരിപാടികളും ഒരുമിച്ച് കൂടുകയും സൗഹൃദബന്ധം പങ്കെടുക്കുകയും പങ്കുചേരുകയും ചെയ്തിട്ടുള്ളതാണ്. അല്ലാഹു തആല ദീർഘായുസ്സ് നൽകി ആഫിയത്തോടുകൂടെ ഒരുപാട് കാലം ജീവിക്കാനുള്ള എല്ലാ നിലയിലുള്ള ഖൈറും ബർക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ. എല്ലാ സഹോദരന്മാരും മൂപ്പർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അല്ലാഹു ദീർഘായുസ്സ് നമ്മൾക്കും അദ്ദേഹത്തിനും നൽകുമാറാവട്ടെ. ദ്വാരക്കുന്ന എല്ലാ ആളുകൾക്കും അതിൻ്റെ തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. അതിൻ്റെ പുണ്യം കൊണ്ട് നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും നൽകട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.